കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ 2017 ജൂലൈ 1 ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷനായ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത്. മുതിർന്ന നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവർ അംഗങ്ങളായിരുന്നു. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയും ഒരു പരിധിവരെ കമ്മീഷന്റെ നിയമനത്തിന് കാരണമായിട്ടുണ്ട്. സിനിമാ മേഖലയിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട നിരവധി ആളുകളുമായി നേരിട്ട് സംസാരിച്ച് മൊഴികൾ രേഖപ്പെടുത്തി 2019 ഡിസംബർ 31 റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപാകെ സമർപ്പിക്കപ്പെട്ടു. എന്നാൽ കമ്മിറ്റിക്ക് മുന്നിൽ കണ്ണീരോടെ തങ്ങളുടെ ദുരനുഭവം വിവരിച്ച ഒരു നടിയുടെയും ഒരു പരാമർശവും സ്വകാര്യതയുടെ പേര് പറഞ്ഞ് 5 വർഷക്കാലം സർക്കാർ പുറത്തുവിട്ടില്ല. ഒടുവിൽ നിരന്തരമായ അപ്പീലുകൾക്കൊടുവിൽ വിവരാവകാശ കമ്മീഷണറായ ഡോക്ടർ A അബ്ദുൾ ഹക്കീമാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. വിഷയത്തിൽ ഹൈക്കോടതി കൂടി ഇടപെട്ടതോടെ പല ഭാഗങ്ങളും വെട്ടിമാറ്റപ്പെട്ട റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ഈ റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യത പരിഗണിച്ച് മൊഴി നൽകിയവരുടെയും ആരോപണ വിധേയരായവരുടെയും പേരുകൾ പരാമർശിക്കുന്നില്ല. എന്തെല്ലാമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കമെന്ന് ചുരുക്കത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് യു സീ, ഇവൻ സോൾട്ട് ലുക്ക് ലൈക്ക് ഷുഗർ. നിങ്ങൾ കാണുന്നതെന്തും അതുപോലെ വിശ്വസിക്കരുത്. ഉപ്പുപോലും പഞ്ചസാരയ്ക്ക് സമാനമായാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത്. അതായത് നമ്മൾ ആരാധിക്കുന്ന പല താരങ്ങളെയും അടുത്തറിഞ്ഞാൽ മനസ്സിലെ രൂപം ഉടഞ്ഞു പോകുമെന്നർത്ഥം. മലയാള സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ചും വ്യാപക ലൈംഗിക ചൂഷണവും പതിവാണെന്ന് ഊന്നിപ്പറയുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ് എന്നീ പേരുകളിലാണ് കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നത്. സിനിമയിൽ അവസരം കിട്ടാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്നാണ് മൊഴികൾ. അല്ലാത്തവർക്ക് അവസരം നിഷേധിക്കും. ഇത്തരത്തിൽ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളുമാണ് നിർബന്ധിക്കുന്നത്. സഹകരിക്കാൻ തയ്യാറാകുന്നവരെ കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന കോഡ് പേരിട്ട് വിളിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ താമസ സ്ഥലത്ത് സ്ത്രീകൾ നിരന്തരം ശല്യം ചെയ്യപ്പെടുന്നുമുണ്ട്. ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ സ്ത്രീകൾക്ക് ഭയമാണെന്നാണ് നടിമാരുടെ മൊഴി. മുറികളുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണെന്നും ഇത് പലപ്പോഴും ഭീഷണിയിലേക്കും വാതിൽ തകരുന്ന നിലയിലേക്കും എത്തുന്നുവെന്നും പറയുന്നു. ബലം പ്രയോഗിച്ച് മുറിയിലേക്ക് കടന്നു കയറുന്ന സാഹചര്യങ്ങൾ ഉണ്ടെന്ന മൊഴികളുമുണ്ട്. തങ്ങൾക്കൊപ്പം വീട്ടിൽ നിന്നോ മറ്റോ ആരെയെങ്കിലും ഒപ്പം കൂടെ കൊണ്ടുവരാത്തവർ തൊഴിലിടങ്ങളിൽ സുരക്ഷിതരല്ല എന്നും നിരവധി പേർ കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞു. മോശമായ അനുഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം ഉപദ്രവിച്ച ആളിൻ്റെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി എന്നാണ് ഒരു നടിയുടെ മൊഴി. തലേ ദിവസത്തെ മോശം അനുഭവം മാനസികമായി തകർത്തതിനാൽ ഒരു ഷോട്ട് എടുക്കുന്നതിന് 17 റീടേക്കുകൾ എടുക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ സംവിധായകൻ കഠിനമായി വിമർശിച്ചെന്നും നടി പറയുന്നു. കരാറിലില്ലാത്ത തരത്തിൽ ശരീരപ്രദർശനവും ലിപ്ലോക്ക് സീനുകളും ചെയ്യേണ്ടി വന്നുവെന്നാണ് മറ്റൊരു നടിയുടെ മൊഴി. സിനിമയിൽ നിന്ന് പിന്മാറിയിട്ടും ചിത്രീകരിച്ച ഇൻറ്റിമേറ്റ് സീനുകൾ ഡിലീറ്റ് ചെയ്യില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് മറ്റൊരു നടിയുടെ വെളിപ്പെടുത്തൽ. സിനിമയ്ക്കായി ചിത്രീകരിച്ച രംഗങ്ങൾ വെച്ച് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായും നടി ആരോപിച്ചു. സിനിമയിലല്ലാതെ മറ്റൊരിടത്തും ജോലിക്കായി കിടക്ക പങ്കിടേണ്ട ആവശ്യമില്ലെന്നാണ് നടിമാരുടെ വെളിപ്പെടുത്തൽ. സിനിമയിൽ ഇഴുകിച്ചേർന്ന് അഭിനയിച്ചാൽ സിനിമയ്ക്ക് പുറത്തും അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്. അതിനാൽ പരസ്യമായി കിടക്ക പങ്കിടാൻ പല പുരുഷന്മാരും നാണക്കേടില്ലാതെ ആവശ്യപ്പെടുന്നുവെന്നാണ് മൊഴികൾ. കൂടുതൽ സിനിമകളിൽ അവസരം തരാമെന്ന് പറഞ്ഞാണ് കിടക്ക പങ്കിടാൻ ക്ഷണിക്കുന്നത്. ആദ്യ അവസരത്തിൽ പോലും കിടക്ക പങ്കിടണമെന്ന വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ കടന്നു പോകുന്നതെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു. ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചാൽ ജീവന ഭീഷണി ഉയർത്തിയുള്ള പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വരിക. പരാതിപ്പെട്ടാൽ അടുത്ത ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും. സൈബർ ഇടങ്ങളിൽ അശ്ലീല ഭാഷയിൽ ആക്രമിക്കുമെന്നും അശ്ലീല ചിത്രങ്ങളും പോണോഗ്രഫിക് ചിത്രങ്ങളും അശ്ലീല കമന്റുകളോടെ പോസ്റ്റ് ചെയ്യുന്നുവെന്നും സാക്ഷികൾ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാക്കിയ രേഖകളിലുണ്ട്. സ്ത്രീകളുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ പുരുഷലിംഗത്തിന്റെ പടം പോസ്റ്റ് ചെയ്ത് റേപ്പ് ഭീഷണികൾ ഉയർത്താറുണ്ടെന്നും പറയുന്നു. ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന പലരും സ്വാധീനമുള്ളവരാണെന്നും
അതിനാൽ അവരുടെ ചെവിയിൽ കേസിനെ സംബന്ധിച്ച കാര്യങ്ങൾ എത്തുന്നത് ഭയപ്പെടുത്തുന്നുവെന്നും നടിമാരുടെ മൊഴികളിൽ പറയുന്നു. സിനിമാ സെറ്റുകൾ ഒട്ടും സ്ത്രീ സൗഹാർദ്ദമല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ക്രിമിനലുകളാണ് സിനിമാ മേഖല നിയന്ത്രിക്കുന്നത്. പരാതി പറഞ്ഞാൽ കുടുംബത്തെ വരെ ഇല്ലാതാക്കുമെന്ന ഭീഷണിയുണ്ടെന്നും നടിമാർ മൊഴി നൽകിയിട്ടുണ്ട്. ചുരുക്കം ചിലരുടെ കൈകളിലാണ് മലയാള സിനിമാ വ്യവസായം ഉള്ളതെന്നും പലരും പ്രാണഭയത്തോടെയാണ് കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയതെന്നുമാണ് റിപ്പോർട്ട്. പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കുകയോ സിനിമയിൽ അവസരം ഇല്ലാതാക്കുകയോ വിലക്കുകയോ ചെയ്യാറുണ്ടെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. മലയാള സിനിമയിൽ നടക്കുന്നത് തമ്പ്രാൻ വാഴ്ചയാണ്. ജൂനിയർ താരങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിൽ പോലും വിവേചനമുണ്ട്. നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകൾ മലയാള സിനിമയുടെ ഭാഗമായി ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ അമ്മ ഇവരെ അഭിനേതാക്കളായി പരിഗണിക്കാറില്ല. ടെക്നീഷ്യന്മാരായി പരിഗണിക്കാത്തതിനാൽ ഇവർക്ക് ഫെഫ്കയിലും അംഗത്വമില്ല. അടിമകളേക്കാൾ മോശമായ രീതിയിലാണ് മലയാള സിനിമ ജൂനിയർ ആർട്ടിസ്റ്റുകളെ പരിഗണിക്കുന്നതെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെയാണ് ഇവർ ജോലി ചെയ്യേണ്ടി വരുന്നത്. ഷൂട്ടിംഗ് അവസാനിച്ചാലും പലപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റുമാർക്ക് ശമ്പളം നൽകാറില്ല. ചലച്ചിത്ര മേഖലയിലെ പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉള്ളതായി മനസ്സിലാക്കാനായെന്നാണ് ഹേമ കമ്മിറ്റി പറയുന്നത്. സിനിമാ മേഖലയിൽ നിന്നുകൊണ്ട് എതിർത്ത് സംസാരിക്കാൻ പുരുഷന്മാർ പോലും ഭയന്നിരുന്നു. പ്രമുഖരായ കലാകാരന്മാർ പോലും സിനിമയിൽ നിന്ന് അനധികൃതമായി വിലക്കപ്പെട്ടിട്ടുണ്ട്. മലയാള സിനിമയെ മാഫിയ സംഘമെന്ന് വിളിച്ച നടനെ ഒതുക്കിയ ഒരു പ്രശസ്ത നടനെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സിനിമയിൽ നിന്ന് തഴയപ്പെട്ട അദ്ദേഹം സീരിയലിലേക്ക് പോയപ്പോൾ അവിടെയും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നുവെന്നാണ് പരാമർശം. വിലക്കേർപ്പെടുത്തിയ വിവരം കൈമാറുന്നത് രേഖാമൂലമല്ല, മറിച്ച് വാക്കുകളാലാണ്. വിലക്ക് നേരിട്ട ഒരു അഭിനേതാവിനോട് അത് മാറ്റാനായി 20 ലക്ഷം രൂപ പിഴയടക്കാൻ സംഘം ആവശ്യപ്പെട്ടു. വിലക്കേർപ്പെടുത്തുന്നതിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് വലിയ പങ്കുണ്ട്. തനിക്കിഷ്ടമല്ലാത്ത വ്യക്തിയാണ് നിർമ്മാതാവോ നടനോ ആവശ്യപ്പെടുന്നതെങ്കിൽ എന്തെങ്കിലും ന്യായം പറഞ്ഞ് അയാളെ ഒഴിവാക്കാൻ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ശ്രമിക്കുന്നു. വളരെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള അനധികൃത നിരോധനം. സിനിമയിലെ മാഫിയ സംഘത്തെ എതിർക്കുകയോ വഴങ്ങാതിരിക്കുകയോ ചെയ്താൽ സിനിമാ ലോകത്തു നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന ഭയത്താലാണ് പുരുഷന്മാർ പോലും പ്രതികരിക്കാതിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുവെന്നും കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അടിസ്ഥാന സൗകര്യങ്ങളായ ശുചിമുറി, വസ്ത്രം മാറുന്നതിനുള്ള മുറികൾ എന്നിവ മിക്ക ലൊക്കേഷനുകളിലും ഉണ്ടാകാറില്ലെന്ന് മിക്ക സ്ത്രീകളും ചൂണ്ടിക്കാട്ടിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഔട്ട്ഡോർ ഷൂട്ട് നടത്തുമ്പോൾ കാടുകളിലും കുറ്റിച്ചെടികളുടെ ഇടയിലും വലിയ മരങ്ങളുടെ മറവിലുമാണ് മൂത്രമൊഴിക്കുന്നതെന്നാണ് മിക്കവരും പറഞ്ഞത്. ലൊക്കേഷനുകളിൽ മറ്റ് വ്യക്തികളെ കൊണ്ട് തുണി മറച്ചു പിടിച്ച് വസ്ത്രം മാറേണ്ട അവസ്ഥയുണ്ടെന്നും പറയുന്നു. ആർത്തവ സമയങ്ങളിൽ പോലും പരിഗണന നൽകാറില്ല. ആവശ്യത്തിന് വെള്ളമോ പാഡ് മാറ്റാനോ സംസ്കരിക്കാനോ ഉള്ള സൗകര്യങ്ങൾ പോലും ലൊക്കേഷനുകളിൽ ഉണ്ടാകാറില്ലെന്നാണ് മൊഴികൾ. വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ മൂത്രമൊഴിക്കാതെ മണിക്കൂറുകളോളം പിടിച്ചു വെക്കുന്നതിനാൽ യൂറിനറി ഇൻഫെക്ഷൻ അടക്കമുള്ള രോഗങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ടെന്ന് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് മൊഴി നൽകിയിട്ടുണ്ട്. മലയാള സിനിമാ മേഖലയിൽ നാളുകളായി കേൾക്കുന്ന ലഹരി ഉപയോഗ ആരോപണത്തെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. മലയാള സിനിമാ സെറ്റുകളിൽ യുവതാരങ്ങൾക്കിടയിൽ ലഹരി ഉപയോഗം വ്യാപകമാണ്. ഞെട്ടിക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള മൊഴികൾ ലഭിച്ചെന്നും ലഹരി ഉപയോഗിച്ച ശേഷമാണ് ഇവയിലധികവും നടന്നത്. ഒട്ടേറെ നടന്മാർ മദ്യപിച്ച ശേഷമാണ് സെറ്റിൽ എത്താറുള്ളതെന്നാണ് കമ്മിറ്റിക്ക് ലഭിച്ച മൊഴി. ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുമെന്ന കാരണമാണ് ഇതിന് പറയുന്നത്. സെറ്റുകളിലെ ചർച്ചകളിൽ പുരുഷന്മാർ പലപ്പോഴും മദ്യപിച്ച് പങ്കെടുക്കാറുണ്ട്. ഇത്തരം ചർച്ചകളിൽ സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ തന്നെ അവർക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ പതിവാണ്. ഇത്തരക്കാരായ അഭിനേതാക്കൾ കൃത്യസമയത്ത് സെറ്റിലെത്തുന്നില്ല. ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്ന നിർമ്മാതാക്കളോട് അസഭ്യം പറയുന്നു. മുടക്കിയ പണം നഷ്ടമാകുമെന്നോർത്ത് നിർമ്മാതാക്കൾക്ക് മറ്റൊന്നും ചെയ്യാനാകുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാർക്കറ്റ് വാല്യൂ ഉള്ള നടന്മാർക്കെതിരെ സംസാരിക്കാനും നടപടിയെടുക്കാനുമൊന്നും നിർമ്മാതാക്കൾക്ക് സാധിക്കാറില്ല. മലയാള സിനിമാ മേഖലയിലെ ഈ പ്രശ്നങ്ങൾക്ക് നിരവധി പരിഹാരങ്ങളും കമ്മിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരിമരുന്നും കർശനമായി വിലക്കണം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി വിനിയോഗിക്കരുത്. വനിതകൾക്ക് സുരക്ഷിതമായ താമസമടക്കമുള്ള സൗകര്യങ്ങൾ സിനിമാ നിർമ്മാതാവ് നൽകണം.
സിനിമാ സെറ്റുകളിൽ പ്രശ്നപരിഹാരത്തിനായി ആഭ്യന്തര പരാതി പരിഹാര സെൽ മാത്രം പോരെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബദലായ സ്വതന്ത്ര സംവിധാനം അനിവാര്യമാണ്. സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സംവിധാനം അത്യാവശ്യമാണ്. അതിന് സർക്കാർ ഇടപെടൽ ആവശ്യമാണ്. സ്വതന്ത്ര സംവിധാനം സർക്കാർ നേരിട്ട് രൂപീകരിക്കണമെന്നും അത് നിയമപരമായിരിക്കണമെന്നും ഹേമ കമ്മിറ്റി നിർദ്ദേശിക്കുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്ത്രീകൾക്ക് ശുചിമുറികളും വസ്ത്രം മാറാനുള്ള സൗകര്യവും അടക്കമുള്ള സുരക്ഷിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. സിനിമയിലെ അഭിനേതാവിന് മറ്റൊരു അഭിനേതാവുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ടതുണ്ടെങ്കിൽ എന്തുതരം സീനെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും അത് അംഗീകരിക്കുന്നുവെങ്കിൽ കരാറിൻ്റെ ഭാഗമാക്കുകയും വേണം. മലയാള സിനിമയിൽ കരാറിന് വ്യക്തമായ സംവിധാനമില്ലാത്തത് അഭിനേതാക്കൾക്കും സാങ്കേതിക വിദഗ്ധർക്കും മാത്രമല്ല, സംവിധായകനും നിർമ്മാതാവിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും കമ്മിറ്റി പറയുന്നുണ്ട്. തിരക്കഥയിൽ സംവിധായകന്റെ സ്വാതന്ത്ര്യം ഹനിക്കുകയും ബാഹ്യ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ സംവിധായകർ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തുടക്കക്കാരും സിനിമാ മേഖലയിൽ സ്വാധീനമില്ലാത്തവരുമായ സംവിധായകരാണ് ഈ വെല്ലുവിളി കൂടുതലായി നേരിടുന്നത്. കഥയും തിരക്കഥയും സംഭാഷണവും അന്തിമമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ സംവിധായകന്റെ അറിവില്ലാതെ മാറ്റം വരുത്തില്ലെന്ന വ്യവസ്ഥ കരാറിൽ ഉൾപ്പെടുത്തണം. ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഏർപ്പാടാക്കുന്നവരുമായും കരാർ വച്ച ശേഷമേ സിനിമാ ഷൂട്ടിംഗ് തുടങ്ങുന്നുള്ളൂവെന്ന് ഉറപ്പാക്കണം. ലൊക്കേഷനിൽ വനിതകൾക്ക് സുരക്ഷിതമായ ശുചിമുറി, വസ്ത്രം മാറാനുള്ള മുറി, പ്രതിഫലം, താമസം, യാത്ര, ജോലി സമയം എന്നിവയെല്ലാം കരാറിൽ വ്യവസ്ഥ ചെയ്യണം തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. നിർമ്മാതാക്കളുടെ സാമ്പത്തിക നേട്ടവും ചില നടന്മാരുടെ ലൈംഗിക സുഖവുമാണ് ഇത്തരം ചൂഷണങ്ങളുടെ അടിസ്ഥാനമെന്ന് വേണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും സിനിമാ മേഖലയിലെ പുരുഷ മേധാവിത്വവും ലിംഗസമത്വം ഇല്ലായ്മയും ലഹരി ഉപയോഗവും നിയന്ത്രിക്കാതെ റിപ്പോർട്ടിൽ പറഞ്ഞ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഉടൻ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുക വയ്യ.